നമസ്കാരം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത്. അതായത് ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പു നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി. അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു പദ്ധതി കൂടിയുണ്ട്. ആ പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതായത് രാജ്യത്തെ 70 വയസ്സും അതിനു മുകളിലുമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പു നൽകുന്ന ആയുഷ്മാൻ വയവന്ദന യോജന. പദ്ധതി പ്രകാരം സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രതിസന്ധികളാണ് മനസ്സിലെങ്കിൽ അത് മാറാൻ പോകുകയാണ്. ചില വഴികൾ തെളിഞ്ഞു വരുന്നുണ്ട് എന്നതിനാൽ ഇനി ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒട്ടും വൈകിക്കേണ്ട. കേന്ദ്ര പോർട്ടലിൽ ഇപ്പോഴും രജിസ്ട്രേഷൻ സജീവമാണ്. ഉത്തരവുകൾക്ക് കാത്തു നിൽക്കാതെ ഉടനെ രജിസ്റ്റർ ചെയ്ത് കാർഡ് സ്വന്തമാക്കും. ഇനി കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് ആയുഷ്മാൻ വയവന്ദന കാർഡ്? അതിൻ്റെ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ്? കേരളത്തിലെ പ്രതിസന്ധി എന്താണ്? പ്രതിസന്ധി മറികടക്കുമെന്ന് പറയാനുള്ള കാരണം എന്താണ്? തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ആദ്യം എന്താണ് വയവന്ദന കാർഡ് എന്ന് നോക്കാം. 70 വയസ്സിനും അതിനു മുകളിലുമുള്ള രാജ്യത്തെ എല്ലാ മുതിർന്ന പൗരന്മാർക്കും പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പു നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേരാണ് ആയുഷ്മാൻ വയവന്ദന കാർഡ്. സാമ്പത്തികമോ ജാതിയോ നോക്കാതെ APL BPL വ്യത്യാസമില്ലാതെ 70 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും ഈ കാർഡ് ലഭിക്കുന്നതാണ്. ഒരു കുടുംബത്തിൽ 70 വയസ്സ് കഴിഞ്ഞ ഒന്നിലധികം പേരുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും കൂടിയാണ് 5 ലക്ഷം രൂപയുടെ ചികിത്സ ലഭിക്കുക. നിലവിൽ PMJAY അഥവാ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡുള്ള കുടുംബമാണെങ്കിൽ 70 വയസ്സായ അംഗത്തിന് സെപ്പറേറ്റായി 5 ലക്ഷം രൂപയുടെ അധിക പരിരക്ഷ ലഭിക്കും. കാർഡ് എടുക്കുന്ന ആദ്യ ദിവസം തന്നെ നിലവിലുള്ള എല്ലാ രോഗങ്ങൾക്കും ചികിത്സ ലഭിക്കുന്നതാണ്. പദ്ധതിയിൽ എംപാനൽ ചെയ്തിട്ടുള്ള അഥവാ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആശുപത്രികളിലും ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കുന്നതാണ്. അങ്ങനെ പറയുമ്പോൾ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിലെ ഈ പദ്ധതി പ്രകാരമുള്ള ചികിത്സയ്ക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നല്ലേ ചിന്തിക്കുന്നത്. എന്തൊക്കെയാണ് ആ പ്രതിസന്ധികൾ എന്ന് നോക്കാം. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അല്ലെങ്കിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പിൽ എംപാനൽ ചെയ്തിട്ടുണ്ടെങ്കിലും 70 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള ആയുഷ്മാൻ വയവന്ദന പദ്ധതി പ്രകാരമുള്ള ചികിത്സ പ്രതിസന്ധിയിലാണ്. സ്വകാര്യ ആശുപത്രികളിൽ മാത്രമാണ് കേട്ടോ ഈ പ്രശ്നങ്ങൾ. സംസ്ഥാന സർക്കാരിൻ്റെ കുടിശ്ശിക കാരണം പല സ്വകാര്യ ആശുപത്രികളും ഈ പദ്ധതിയിലെ സേവനം നിർത്തലാക്കുകയോ പിന്മാറുകയോ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ പദ്ധതിയിലൂടെയുള്ള സൗജന്യ ചികിത്സ പ്രധാനമായും സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലുമാണ് ലഭ്യമാകുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന സർക്കാരല്ല ഇപ്പോഴുള്ളത് എന്നതിനാൽ മാറ്റങ്ങൾ വന്നേക്കാം. ഈ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഫണ്ട് വിഹിതം, മാനദണ്ഡം തുടങ്ങിയ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ എന്തൊക്കെയാണ്? സാധാരണഗതിയിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാരുമാണ് വഹിക്കുന്നത്. എന്നാൽ 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വരുമാന പരിധിയില്ലാതെ ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ വലിയ സാമ്പത്തിക ബാധ്യത വരുമെന്നാണ് മുൻ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. തുകയുടെ 50% കേന്ദ്രം നൽകണമെന്നാണ് മുൻ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. കേരളത്തിൽ ഇത് കൂടാതെ തന്നെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വഴി വലിയൊരു വിഭാഗത്തിന് ചികിത്സ നൽകുന്നുണ്ട്. ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ചികിത്സ നൽകിയ വകയിൽ സ്വകാര്യ ആശുപത്രികൾക്ക് കോടിക്കണക്കിന് രൂപ കേരള സർക്കാർ കുടിശ്ശികയായി നൽകാനുണ്ട്. ഈ തുക നൽകുന്നതിലെ കാലതാമസം കാരണം പല സ്വകാര്യ ആശുപത്രികളും പദ്ധതിയുമായി സഹകരിക്കാൻ മടിക്കുന്നതും മറ്റൊരു പ്രതിസന്ധി തന്നെയാണ്. പ്രതിസന്ധികളെല്ലാം മറികടന്ന് പദ്ധതി നല്ല രീതിയിലാകാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ടെന്നും പദ്ധതിക്ക് പുതുജീവൻ വയ്ക്കാൻ പോകുകയാണെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് നോക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ അവരുടെ മുൻ ദിവസത്തെ പത്രസമ്മേളനം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എന്ന് കരുതുന്നു. ഒരിക്കലും ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് വാശി പിടിച്ചിരുന്ന, പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ എതിർത്തിരുന്ന PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ UDF സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. മുൻ സർക്കാർ നാടകീയമായി ഒപ്പുവെച്ചതും ഘടകകക്ഷിയുടെ എതിർപ്പിനെ തുടർന്ന് നടപ്പിലാക്കാതിരുന്നതും ആരും മറന്നു കാണില്ല. മുൻ സർക്കാർ ഒപ്പുവെച്ചതിനാൽ അതിൽ നിന്ന് ഒഴിയാൻ കഴിയില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്. ഇനി മറ്റൊരു കാര്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ അധികാരമേറ്റതിന് ശേഷം പ്രധാനമന്ത്രിയുമായും കേന്ദ്ര ധനമന്ത്രിയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായുമുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി നോക്കാം. അന്ന് പറഞ്ഞതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിലുള്ള ചില പ്രശ്നങ്ങൾ അത് പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും അറിയിച്ചിട്ടുണ്ട്. അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
കുറേ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വാസം. അവർ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടി പരിശോധിച്ച് സാമ്പത്തികമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട്. പരമാവധി സംസ്ഥാനത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും. വിവിധ വകുപ്പുകളിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള തുക, കേന്ദ്ര പദ്ധതികളുടെ ഷെയർ, അതിൻ്റെ നിയമപരമായ സാമ്പത്തികമായ തടസ്സങ്ങൾ നീക്കി പരമാവധി തുക വാങ്ങിച്ചെടുത്ത് ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാനുള്ള ഈ ഗവൺമെന്റിന്റെ ശ്രമങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഈ വാക്കുകളും PM ശ്രീയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനവും ചേർത്ത് വായിച്ചാൽ ഉത്തരം കിട്ടും. കഴിഞ്ഞ 10 വർഷവും BJP സർക്കാരാണ് കേന്ദ്രത്തിൽ എന്ന ഒരൊറ്റ കാരണത്താൽ പല പദ്ധതികളും നടപ്പിലാക്കാതെ സംസ്ഥാനത്തിന് കിട്ടാനുള്ളത് നഷ്ടപ്പെടുത്തിയതെല്ലാം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് UDF സർക്കാർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന ആരോഗ്യ മന്ത്രാലയങ്ങൾ തമ്മിൽ സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കാനുള്ള ചർച്ചകൾ നടക്കുമെന്നും ഇതിനെല്ലാം പരിഹാരം കാണുമെന്നുള്ള പ്രതീക്ഷകളാണ് ജനങ്ങൾക്കുള്ളതെന്നതിനാൽ ആയുഷ്മാൻ വയോവന്ദനയും മികച്ച രീതിയിൽ നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതിനായി സ്വകാര്യ ആശുപത്രികളുടെ കുടിശ്ശിക തീർക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും പ്രതീക്ഷിക്കാം. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ മുതിർന്ന പൗരന്മാർക്കായി വയോജന ക്ഷേമ വകുപ്പ് രൂപീകരിച്ചിരിക്കുന്നു എന്നത് മുതിർന്ന പൗരന്മാരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. വയോജനങ്ങളുടെ ക്ഷേമത്തിനും നിയമസഹായത്തിനും പുനരധിവാസത്തിനുമായി അർദ്ധ ജുഡീഷ്യൽ അധികാരങ്ങളോടെയാണ് വയോജന കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ഇതിലൂടെ അവഗണന, ചൂഷണം, ഉപേക്ഷിക്കൽ തുടങ്ങിയ വെല്ലുവിളികളെ ശക്തമായി നേരിടാൻ കഴിയും. വയോജനങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്ത സർക്കാർ വയോവന്ദന യോജനയിലെ പ്രതിസന്ധികൾ പരിഹരിക്കില്ലേ? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനിയും വയോവന്ദന യോജനയിലേക്ക് അപേക്ഷിച്ചിട്ടില്ലാത്തവർ ഉടൻ തന്നെ നാഷണൽ ഹെൽത്ത് ഏജൻസി അഥവാ NHIയുടെ ബെനിഫിഷ്യറി പോർട്ടൽ വഴിയോ ആയുഷ്മാൻ ആപ്പ് വഴിയോ ആധാർ കാർഡ് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. അടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴിയും വളരെ എളുപ്പത്തിൽ ആയുഷ്മാൻ വയോവന്ദന കാർഡിന് അപേക്ഷിക്കാം.